ഒന്ന് നമ്മളുടെ ഗിറ്റാറാണ്. ഞാൻ നിങ്ങളോടൊന്ന് പറയില്ലേ ഗിറ്റാർ പഠിക്കും. ഹലോ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഒന്ന് സഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ആ ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ ചെറിയൊരു പ്ലാനും പദ്ധതിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുറത്തൊക്കെ ഒന്ന് പോകണം, ഗിഫ്റ്റൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സർപ്രൈസ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ സഞ്ജുവിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. സഞ്ജുവിൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ചെയ്യാറുള്ളത്. കാരണം എൻ്റെ പ്ലാന് സർപ്രൈസ് ഒന്നും വർക്ക് ആവാറില്ല, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നേ ഉള്ളൂ. ഇനി വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞാൻ റെഡിയായി വന്നിട്ട് കാണിക്കാം. ഹലോ, അപ്പം ഞാൻ റെഡിയായി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ടീഷർട്ടും ജീൻസുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ സഞ്ജുവിൻ്റെ ചെറിയൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നതാണ്. കാര്യമായിട്ടുള്ളതൊന്നുമല്ല. ഒന്ന് നമ്മളുടെ ഗിറ്റാറാണ്. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞില്ലേ ഗിറ്റാർ പഠിക്കുന്നുണ്ട് മീൻസ് ഒരു മ്യൂസിക് പഠിക്കുന്നുണ്ട് എന്നൊക്കെ. ഇത് ഉണ്ണിച്ചേട്ടായിൻ്റെ ഗിറ്റാറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കാൻ, കാരണം നമ്മൾ ഗിറ്റാർ പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ആ മ്യൂസിക് പഠിച്ചത്. നമ്മളെ കൈയൊക്കെ ഒന്ന് വഴങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം അതൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടി ഫ്രെയിം കേട്ടോ. ഇത് എൻ്റെ അല്ല, എൻ്റെ ചേച്ചി മാഷും കൂടെ ചേച്ചിയൊരു ഫ്രെയിമാണ്ടോ സഞ്ജുവേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ. അപ്പം ഇതിലേത് ഫോട്ടോ എന്നുള്ളതൊക്കെ എന്തായാലും സഞ്ജുവേട്ടൻ വന്നിട്ട് അൺബോക്സ് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. അൺബോക്സ് അല്ല, അത് പൊട്ടിച്ച് നോക്കുമ്പോൾ കാണിക്കാം. അപ്പം ഞാൻ എന്തായാലും ഹാപ്പി ബർത്ത്ഡേൻ്റെ മ്യൂസിക് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. കറക്റ്റ് ആവുമെന്ന് അറിയില്ല, പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ശരിയാവുമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച കുട്ടി മ്യൂസിക്കാണ്, പക്ഷെ കുറച്ച് പ്രയാസമാണ്. അത് പഠിക്കാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ണിച്ചേട്ടാ ഈ പല മ്യൂസിക്കും പല ഹിന്ദി പാട്ടിൻ്റെ ഒക്കെ ട്യൂൺ വായിക്കുന്നുണ്ട്, നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്തായാലും സഞ്ജുവിന് സർപ്രൈസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ വായിച്ച് കൊടുക്കുന്നത് സഞ്ജുവിനെ വിചാരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് അതിനുള്ളൊരു വീഡിയോ എടുക്കട്ടെ കേട്ടോ, ഷോർട്സ് ഒക്കെ ഇടാൻ പറ്റി. അപ്പോൾ ഞാൻ ആൾ വരുമ്പോൾ കാണിക്കാം. ഹലോ ഗായ്സ്, എല്ലാം ചീറ്റിപ്പോയി. സഞ്ജുവേട്ടൻ വരാൻ നേരം വൈകി. അപ്പോൾ സഞ്ജുവേട്ടൻ വരുമ്പോൾ ഗിറ്റാർ വായിച്ച് സർപ്രൈസ് ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ ഫ്രെയിം കൊടുക്കണതൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ നേരം വൈകിയതുകൊണ്ട് ഞാൻ ഈ ഹെൽമെറ്റും എടുത്ത് നടക്കുവാണ് കേട്ടോ. കുറച്ചാൾ നടക്കുകയാണ്. വന്നിട്ട് കേൾപ്പിക്കാൻ പറ്റിയ ഒരു ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഗിറ്റാർ വായിക്കുന്നത്. അല്ലെങ്കിൽ അത് കേൾപ്പിച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ വേഗം നടക്കട്ടെ. സമയം ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ നേരം വൈകിയിട്ടുണ്ട്. നമ്മൾ 11:15 ഷോ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പറയാൻ മറന്നുപോയി, ഞങ്ങൾ നേരെ പോകുന്ന ഫിലിം കാണാനാണ് കേട്ടോ. ആവേശം ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് ഈ നടന്നു പോകുന്നത്. അപ്പോൾ 11:15 ആവേശത്തിന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആദ്യം ഫിലിം കാണുന്നതാണ് വിചാരിക്കുന്നത്. പിന്നെ ഗിഫ്റ്റൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 10:45 കഴിഞ്ഞു. എന്താണെന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും വേഗം നടക്കട്ടെ. എവിടെ നിന്ന് സഞ്ജുവേട്ടനെ കാണുന്നു അവിടെ നിന്ന് ഞാൻ ചാടി വണ്ടി കയറുന്നതാണ് കരുതുന്നത്. നേരം വൈകി ഗായ്സ്. ഇവിടെ എത്തിയപ്പോഴത്തേനും 11:30 ആയിട്ട് 11:15 ഷോന് 11:30 എപ്പോഴാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സഞ്ജുവേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം കൊണ്ട് നമ്മൾ എത്തിയപ്പോഴേക്കും മൂവി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 2-3 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരുന്നു മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ തുടക്കത്തിലുള്ള പാട്ടിൻ്റെ സീനിലാട്ടോ നമ്മൾ കയറി ചെന്നിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ലാത്ത മൂവിയാണ്. പോപ്കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാനുള്ളതാണ്. നോട്ടം അങ്ങോട്ടാ പോണേ നടത്തും. വൈറ്റ് നമുക്ക് ഞാൻ വിളിക്കാം.
നമ്മൾ പൂക്കോട്ടുംപാടത്തുള്ള ഗാലക്സി എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് മൂവി കാണാൻ പോയിട്ടുള്ളത്. ഇൻ്റർവെൽ അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു ഫെയർലാൻഡിലൊന്നും ഇത്ര ടൈം ഇൻ്റർവെല്ലിന് കൊടുക്കുന്നില്ല എന്നുള്ളത്. ഹലോ, അപ്പോൾ നമ്മൾ ഫിലിമോ കണ്ട് ഇറങ്ങിയിട്ടോ. അടിപൊളി സിനിമ, ഒരു രക്ഷയല്ല. ശരിക്കും പറഞ്ഞാൽ അതിൽ ഭയങ്കര മിസ്സാവും കേട്ടോ. കാണാത്തവരെ എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കുറേ നാളായിട്ട് OTTക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യണം കേട്ടോ. ഫിലിം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായി ഇങ്ങനത്തെ ഒരു ചിരിക്കുന്ന മൂവി ഇരുന്ന് കണ്ടിട്ട് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ഫിലിംസാണ് കൂടുതൽ ഇഷ്ടം. ഈ വിഷമമൊക്കെ ആവണ ഫിലിംസിനെക്കാളും എനിക്കിങ്ങനെ ചിരിക്കാനുള്ള ഫിലിമാണ് ഇഷ്ടം. വേറെ ലെവൽ. ശരിപ്പം ഞാൻ ഒരു വട്ടം കൂടി വന്ന് കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ ഒരു വട്ടം കൂടി വരും. എനിക്ക് ആഗ്രഹമുണ്ട് വന്ന് കാണാനും. ചേച്ചിയൊക്കെ പോകുമ്പോൾ പറ്റിയാണെങ്കിൽ ഞാൻ പോയി കാണും. പറയാൻ വാക്കുകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഫിലിം എങ്ങനെയാണെന്നുള്ളത്. രക്ഷയില്ല. സമയം ഇപ്പോൾ 2 മണിയായിട്ട്. 2 മണി അത് അറിഞ്ഞിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ വേഗം പോയിട്ട് ഫുഡ് കഴിക്കണം. ഇവിടെ തന്നെ ആയിരിക്കും ഫുഡ് കഴിക്കാൻ പോകുന്നത്. പോട്ടെ എന്തായാലും. നമ്മൾ നേരെ ടോപ്സിൽ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ പൂക്കോട്ടുംപാടത്ത് തന്നെ ടോപ്സ് ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് മൂവി? സഞ്ജുവിൻ്റെ ബർത്ത്ഡേയാണ്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നേരെ പോട്ടെ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ടോപ്സ് ഉള്ളത്. നമ്മുടെ ഇടക്കരയിലുണ്ട് ടോപ്സ്. അവിടെ നിന്ന് പോയി എന്താ കഴിക്കണം നമുക്ക് പോയി നോക്കട്ടെ. ഇടയ്ക്ക് ഇവിടെ മൊത്തം റോഡ് പണിയാണ് കേട്ടോ. ഭയങ്കര പൊടിയാണ്. പക്ഷെ ഇവിടെ വെള്ളം അടിക്കുന്നുണ്ട്, ഒരു പ്രശ്നമല്ല. പക്ഷെ ഇങ്ങോട്ടൊക്കെ ഭയങ്കര പൊടിയാണ്. ബൈക്കിനൊക്കെ വന്നാൽ നല്ല പാടാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ ആകെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം എപ്പോഴേക്കാ തീരുക പോലെ പണിയൊക്കെ? ഒരു 2-3 മാസമായി തുടങ്ങിയിട്ട്. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഞങ്ങൾ പൂക്കോട്ടുംപാടം ടോപ്സിൽ കയറിയില്ല. അതിപ്പോൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. വൈറ്റ് ലോഞ്ചിലാണ് പോകുന്നത്. ഇതുവരെ ഞാൻ ഈ ഹോട്ടലിൽ കയറിയിട്ടില്ല. രശ്മിച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വൈറ്റ് ലോഞ്ചിന് നല്ല ടേസ്റ്റുള്ള ഫുഡാന്നൊക്കെ. എന്തായാലും പോയി നോക്കട്ടെ. സമയം 2:30 കഴിഞ്ഞു കേട്ടോ. വിശന്നിട്ട് വയ്യ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണിയാണ്. അപ്പം എനിക്ക് റൈസ് ഐറ്റംസ് കഴിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. സഞ്ജുവേടൻ ബീഫ് ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ബീഫ് ബിരിയാണി നോർമലി ഞാൻ കഴിക്കാറില്ല. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ആ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും കൂടെ ട്രൈ ചെയ്ത് നോക്കി. അവസാനം ബീഫ് മൊത്തം ഞാൻ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ സഞ്ജുവേടൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകട്ടെ. ട്രെൻഡ്സിൽ കാണാം. ഇവിടെ അടുത്ത് തന്നെ ട്രെൻഡ്സ് ഉണ്ട്. അപ്പോൾ ട്രെൻഡ്സിൽ കയറിയിട്ടൊന്ന് പോയി നോക്കട്ടെ ഉണ്ടോന്ന്. ഇതൊന്ന് കളിച്ചിട്ട് കണ്ടിട്ട് കൈ കൂടെ നമ്മുടെ വൈറ്റ് ലോഞ്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ട്രെൻഡ്സ് വരുന്നത്. നമ്മൾ ട്രെൻഡ്സിൽ കയറിയിട്ടേ ഇല്ല സഞ്ജുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൊട്ടടുത്തായതുകൊണ്ട് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട്, കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ഷർട്ടിൻ്റെ സെക്ഷനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ സഞ്ജുവിന് ഇടുന്ന ടൈപ്പ് ഷർട്ട് അവിടെ ഉണ്ടായിരുന്നു ഹാഫ് സ്ലീവ്. പക്ഷേങ്കിൽ ഓൾറെഡി ഉള്ള കളറൊക്കെ ആയിരുന്നു. നേവി ബ്ലൂവിൽ പ്രിൻ്റ് ഉള്ളത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ടീഷർട്ട്സ് നോക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ടീഷർട്ടിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് പറ്റിയ ജീൻസ് ഇഷ്ടം പോലെയുണ്ട്. പല മോഡലുള്ള ജീൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ നോർമൽ ഒരു ഷോപ്പിൽ പോകുമ്പോൾ ഇത്രയും ടൈപ്സ് ജീൻസ് അവിടെ ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇവിടെ എല്ലാം സെക്ഷനാക്കി ഒരു മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ജോഗേഴ്സും ഷോർട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോർമൽ ഡെനിമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ടീഷർട്ട് എടുത്തിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. കുറേ തിരഞ്ഞു. അപ്പോൾ 2 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് കളർ ടീഷർട്ടായിരുന്നു കേട്ടോ. 2 വൈറ്റ് എടുത്ത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കളർ കിട്ടുമോ എന്ന് തിരഞ്ഞ് നടക്കുമായിരുന്നു. ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജുവിൻ്റെ സൈസ് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം എന്താ വെച്ചാൽ സഞ്ജുവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാനാണ് ഡ്രസ്സ് ഞാൻ 2 ടോപ്പ് എടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ അല്ലാതെ ട്രെൻഡ്സിൽ കൊണ്ടുപോകുമോ? നിങ്ങൾ തന്നെ പറയൂ. നമ്മുടെ ട്രെൻഡ്സിൽ കൊണ്ടായി നമ്മൾ ഡ്രസ്സ് എടുക്കില്ലേ? അപ്പം ഞാൻ എന്തായാലും 2 ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഷർട്ടും ഒരു അല്ല
താത്തൻ്റെ പുതിയ സ്കേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വിഷുവിന്. അതിനൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തത്, പക്ഷെ അതിലേറെ നല്ലൊരു ടോപ്പ് എനിക്ക് കിട്ടി. അപ്പം ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ഈ ടോപ്പ് ഇടാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും വേഗം വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്താ എടുത്തതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ നേരെ വിവേൻ്റെ മുന്നിലെത്തിയിട്ട് തണുത്ത വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ചുമത്തിൽ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആവുന്നു. എന്തായാലും പോയിട്ട് തണുത്ത വെള്ളം എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കട്ടെ. നിന്റെ കുമ്പ ഞാൻ ഫ്രൂട്ട് സലാഡാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഞ്ജുവേട്ടൻ ലൈമും മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ കേക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വിവേയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ജന്മം ചെയ്താൽ സഞ്ജുവേട്ടന് സമ്മതിക്കേ ഇല്ല, കേക്ക് വേണ്ട എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങളിത് കഴിച്ച് ഇറങ്ങാണ്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ വിവേന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ ഞാൻ ഐസ്ക്രീമാണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട് സലാഡ്. പിന്നെ നേരെ നമ്മൾ ഇടയ്ക്കരയിൽ എത്തിയിരിക്കുകയാണ്. സഞ്ജുവേട്ടൻ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ചുങ്കത്തിലെത്തിയതും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് പാലും പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു തൈരും 2 മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി രാവിലെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. പിന്നെ മറക്കാതെ ഞാൻ ഇത്രയും ഐറ്റംസൊക്കെ വാങ്ങി. അതുപോലെ തന്നെ ഹെന്ന ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങയും വൈറ്റമിൻ ക്യാപ്സ്യൂളൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്. ഫൈനലി നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞതിൽ ഒരു സർപ്രൈസ് ഫ്രെയിം ഉണ്ട്, അപ്പോൾ അത് കൊടുക്കുകയാണ്. തുറന്നു സർപ്രൈസ് തുറന്നൊക്കെ മാളൂനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ നമ്മളെ മാളു. ആ എപ്പടി ഇருக்கு എന്താ പക്കം കാണിക്കും. അപ്പം ഇതാണ്ട് ഞാൻ കല്യാണത്തിന് പോയപ്പോൾ എടുത്താണ് ഞങ്ങൾ രണ്ടാളുടെ ഫോട്ടോ. സാരി ഉടുത്ത ഫസ്റ്റ് ടൈം സാരി ഉടുത്ത ഫോട്ടോ തന്നെ ഫ്രെയിം ചെയ്തു. ഇഷ്ടപ്പെട്ടോ? അപ്പം ഞാൻ സഞ്ജുവാറിനെ എടുത്തിട്ട് ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് നമ്മൾ ഈ വൈറ്റ് ടീഷർട്ടാണ് എടുത്തത്. 5 സ്ലീവ് അല്ലേ സഞ്ജുവേട്ടത്? 5 സ്ലീവ് എന്നൊരു വൈറ്റിൽ ഇങ്ങനെ ബ്ലാക്ക് ഉള്ള ടീഷർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു വൈറ്റും കൂടി എടുത്തു. ഇതിൻ്റെ ബ്ലാക്ക് നോക്കിയാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സൈസ് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ അല്ല തിരിച്ചായി അല്ലേ ഇട്ട് നോക്കിയപ്പോൾ. അതൊരു ടൈപ്പ് ജേഴ്സി ടൈപ്പ് ടീഷർട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇത് വലിഞ്ഞ് കേടുവന്ന് പോത്തൊന്നുമില്ല, കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കും, സിമ്പിളായിട്ട്. ഇതും ഇഷ്ടപ്പെട്ടു, നന്നായിട്ട്. പിന്നെ വേറെ നമ്മൾ ഇതുവരെ സഞ്ജുവാനൊന്നും ട്രൈ ചെയ്യാത്തൊരു മോഡൽ ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. കണ്ടപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നി. അപ്പോൾ ഇട്ടപ്പോൾ രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ ഈ ടീഷർട്ടാണ്. ഇതിൻ്റെ നെക്ക് ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഈ 3 നമ്മൾ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സഞ്ജുവേട്ടന് ഞാൻ എടുത്തിരുന്നത്, സഞ്ജുവേട്ടൻ എനിക്ക് 2 ടോപ്പ് എടുത്തത് ഞങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. വീഡിയോയിലല്ല, ഞാൻ വിഷുവിൻ്റെ ഒക്കെ ഡ്രസ്സ് എടുത്തത് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ടാറ്റാ.